ഇസ്ലാമാബാദിൽ നടന്ന US-ഇറാൻ ചർച്ചകൾ പരാജയം. അമേരിക്കൻ സംഘം പാകിസ്ഥാനിൽ നിന്നും മടങ്ങി. തങ്ങളുടെ ഉപാധികൾ ഇറാൻ അംഗീകരിച്ചില്ല എന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കാത്തതാണ് ചർച്ചകൾക്ക് തിരിച്ചടിയായത് എന്നാണ് വിശദീകരണം. The bad news is that we have not reached an agreement, and I think that's bad news for Iran much more than it's bad news for the United States of America. So we go back to the United States having not come to an agreement. We've made very clear what our red lines are, what things we're willing to accommodate them on, and what things we're not willing to accommodate them on. And we've made that as clear as we possibly could, and they have chosen not to accept our terms. But the simple fact is that we need to see an affirmative commitment that they will not seek a nuclear weapon, and they will not seek the tools that would enable them to quickly achieve a nuclear weapon. That is the core goal of the President of the United States, and that's what we've tried to achieve through these negotiations. Again, their nuclear program, such as it is, the enrichment facilities that they had before, they've been destroyed. But the simple question is, do we see a fundamental commitment of will for the Iranians not to develop a nuclear weapon, not just now, not just 2 years from now, but for the long term? We haven't seen that yet. We hope that we will. അതേസമയം അമേരിക്ക കടുംപിടുത്തം ഒഴിവാക്കണമെന്നാണ് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗൈ എക്സിൽ കുറിച്ചത്. ചർച്ച അത് ഏത് തരത്തിലാണ് ഇത്തരത്തിൽ പരാജയപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അജയ് സുധാബിജു ചേരുന്ന വിവരങ്ങളുമായി. അജയ്, പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചർച്ചയായിരുന്നു, പക്ഷേ അതിൽ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള ആശങ്കയാണല്ലോ. എന്തുകൊണ്ടാണ് ചർച്ച പരാജയപ്പെട്ടത്? എൽദോ, തീർച്ചയായിട്ടും ഇറാന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഉപാധികൾ തന്നെയാണ് ഇവിടെ പ്രതിസന്ധിയായി തുടരുന്നത്. ഇറാൻ ഒരു 10 നിർദ്ദേശങ്ങൾ അമേരിക്കയുടെ മുന്നിൽ ഈ ചർച്ചയുടെ ഭാഗമായി വച്ചിരുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ ആദ്യം നിശ്ചയിച്ചിരുന്ന ഒരു 15 നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. ഈ 2 നിർദ്ദേശങ്ങളിലെയും പല പ്രധാന പോയിന്റുകളും പരസ്പരം കോൺട്രഡിക്ടറിയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ ന്യൂക്ലിയർ വെപ്പണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇറാന്റെ 10 നിർദ്ദേശങ്ങളിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഇറാന്റെ ആണവ അവകാശങ്ങൾ, അതിന് അംഗീകാരം വേണം. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെ ഇറാന്റെ ഒരു ആണവ അവകാശങ്ങളിൽ പെടുന്നുണ്ട്. ഇതിന് ഒരു ആഗോള അംഗീകാരം വേണം എന്നതാണ്. എന്നാൽ അമേരിക്കയുടെ ഏറ്റവും സുപ്രധാന ആവശ്യമെന്ന് പറയുന്നത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ഒഴിവാക്കണമെന്നാണ്. അതുമാത്രമല്ല, അന്താരാഷ്ട്ര പരിശോധനകൾക്ക് ഇറാൻ വിധേയമാകണമെന്നും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്നതുമാണ്. എന്നാൽ ഈ ഒരു 2 പോയിന്റിലുമുള്ള പരസ്പര വൈരുദ്ധ്യം തന്നെയാണ് ഈ ചർച്ചകൾക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി. ഈ US-ന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് 21 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം കൂടുതൽ വിശദാംശങ്ങളൊന്നും ഈ ചർച്ചയെപ്പറ്റി നൽകുന്നില്ല. എന്നാലും അദ്ദേഹം പറയുന്നത് ഈ ചർച്ച അത് നിരാശാജനകമായിട്ടുള്ള ഒരു അവസാനത്തിലാണ് എത്തിച്ചേർന്നത്. ഇത് അമേരിക്കയേക്കാൾ കൂടുതൽ നിരാശാജനകമാകുന്നത് ഇറാനെ സംബന്ധിച്ചാണ്. ഞങ്ങളുടെ റെഡ് ലൈനുകൾ അത് ഇറാന് മുന്നിൽ വയ്ക്കുകയാണ് ചെയ്തത്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കുമെന്നും എന്തൊക്കെ കാര്യങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ഇറാനോട് വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ അവർക്ക് ഞങ്ങളുടെ ഉപാധികൾ അംഗീകരിക്കാൻ സാധിച്ചില്ല എന്നും JD വാൻസ് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് നിരന്തരം ടെലഫോൺ വഴി ഈ ചർച്ചയുടെ ഭാഗമായി ഉടനീളം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് എത്രയും വേഗം ഒരു കരാറിൽ എത്തിച്ചേരണമെന്നാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഇറാനുമായി ഒരു സമവായത്തിൽ എത്താൻ സാധിച്ചില്ല. ഞങ്ങളുടെ ഉപാധികൾ അത് ഇറാന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇനി കോർട്ട് തീർച്ചയായിട്ടും ഇറാന്റെ കൈവശമാണ്. പന്ത് തീർച്ചയായിട്ടും ഇറാന്റെ കോർട്ടിലാണ്. അപ്പോൾ ഇറാനാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. അവർ ശുഭകരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും JD വാൻസ് വ്യക്തമാക്കുന്നു. അതുപോലെ അദ്ദേഹം തൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ അതിൻ്റെ ആണവ ആയുധത്തിൻ്റെ ഡെവലപ്മെൻറ്റ് സംബന്ധിച്ചുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഇറാൻ ഇപ്പോഴാണെങ്കിലും അല്ല ഭാവിയിലാണെങ്കിലും ഒരു ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നുള്ള ആവശ്യമാണ് US മുന്നോട്ട് വെച്ചത്. US-ന്റെ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ ആണവായുധം സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശമായിരുന്നു. എന്നാൽ ഇറാൻ ഇതിൽ ധാരണയാക്കാൻ കൂട്ടായില്ല എന്നതാണ് JD വാൻസ് നിലവിൽ വ്യക്തമാക്കിയത്. അതായത് മറ്റെല്ലാ നിർദ്ദേശങ്ങളെക്കാളും US ഇവിടെ ഊന്നൽ നൽകിയത് ആ ആണവായുധം സംബന്ധിച്ചുള്ള
സംബന്ധിച്ചുള്ള വിഷയത്തിൽ തന്നെയാണ്. ആ കാര്യത്തിൽ ഇറാൻ വിട്ടുവീഴ്ച നടത്തിയിട്ടില്ല എന്നത് വേണം നമുക്ക് JD വാൻസിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാനുള്ളത്. ഇവിടെ ഇപ്പോഴും ദുരൂഹമായി തുടരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് മുന്നിൽ വെളിവാകാത്ത ചില കാര്യങ്ങളാണ് ഈ ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ. അത് ഈ ചർച്ചയിൽ ഭാഗമായതായിട്ട് ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി അദ്ദേഹത്തിന്റെ എക്സ്പോസിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഹോർമുസ് കടലെടുക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ഹോർമുസ് കടലെടുക്കിന്റെ വിഷയത്തിൽ എന്താണ് ധാരണയായത് എന്നതിനെ സംബന്ധിച്ച് നിലവിൽ ഒരു സൂചനയും നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ ചർച്ചകൾ അവസാനിക്കുന്നതിന് മുൻപ് IRGCയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന വന്നിരുന്നു. ആ പ്രസ്താവനയിൽ IRGC പറയുന്നത് ഹോർമുസ് കടലെടുക്ക് ഇപ്പോൾ നിലവിൽ താൽക്കാലികമായി തുറന്നിട്ടുണ്ട്, എന്നാൽ സൈനിക കപ്പലുകൾക്ക് മാത്രം മേഖലയിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നതാണ് IRGC വ്യക്തമാക്കുന്നത്. അല്ലാതെ ഈ ചർച്ചയുടെ ഭാഗമായി ഹോർമുസ് കടലെടുക്ക് വിഷയത്തെ സംബന്ധിച്ച് ഒരു ധാരണയും നിലവിൽ ഉണ്ടായതായിട്ട് ഒരു സൂചനയും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും അമേരിക്കൻ സംഘം JD വാൻസിനോടൊപ്പം ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് തിരിച്ച് US-ലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇസ്ലാമാബാദിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു വിശദീകരണങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ മധ്യസ്ഥത വഹിച്ചത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇതിനിടെ മറ്റൊരു ഒരു കാര്യം കൂടി, അതായത് ഈ പാകിസ്ഥാനിൽ നടന്ന ആ ചർച്ചയിൽ ഈ ആണവ ആയുധ നിർമ്മാണത്തിലാണ് ഉടക്കിയത് എന്നാണല്ലോ പറയുന്നത്. ഇറാൻ പറയുന്നത് തങ്ങളുടെ ആണവ അവകാശമാണ് എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഇറാന്റെ പ്രതികരണം ശ്രദ്ധേയമായത് അമേരിക്കയുടെ അമിതമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വഴങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈയിടയിൽ നിന്നുപോയ അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരുന്നുവല്ലോ, ഇടയ്ക്ക് ചില വയലേഷൻസ് ഉണ്ടായെങ്കിൽ പോലും. അപ്പോൾ അതേ സംബന്ധിച്ച് എന്താകും? ആ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോകുന്നു എന്നാണ്. എൽദോ, ഇതിൽ ഈ യുദ്ധത്തിന്റെ ഭാവി സംബന്ധിച്ചുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നത്തിൽ തന്നെയാണ്. അതായത് ഈ വെടിനിർത്തൽ അത് ഇനി മുന്നോട്ട് കൊണ്ടുപോകുമോ, ഇനി എത്ര നാളാകും ഇതിന്റെ കാലാവധി? നിലവിൽ ഇപ്പോൾ US-ഉം ഇറാനും തമ്മിലുള്ള ഒരു ധാരണ പ്രകാരം 2 ആഴ്ചയാണ് ഇതിന്റെ ഒരു കാലാവധിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് ഇനി ഒരു പെർമനന്റ് ആയിട്ട് ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമോ, അല്ലെങ്കിൽ ഇനി ചർച്ചകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി ഇനി ചർച്ചകൾ എന്ന് നടക്കും, ഈ ചർച്ചയുടെ ഭാവി എന്താണ് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് നിലവിലൊരു വിശദീകരണം ലഭിച്ചിട്ടില്ല. എന്തായാലും JD വാൻസിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകുന്നത് ഈ ചർച്ച വീണ്ടും പുരോഗമിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇറാൻ ഒരു നല്ല തീരുമാനമെടുക്കും എന്നതാണ് പ്രതീക്ഷ. ഈ ഇറാന്റെ മറ്റ് പ്രതികരണങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്നതാണ് JD വാൻസ് പറഞ്ഞത്. അതുകൊണ്ട് അജയ് തുടരുക. ഞാനിപ്പോൾ വിദേശകാര്യ ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് കൂടി പോവുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം. ചർച്ച എന്താണെങ്കിലും പൊളിഞ്ഞു. ഇസ്ലാമാബാദിൽ അവിടെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ ഫലമില്ലാതെ JD വാൻസ് ഇപ്പോൾ അമേരിക്കയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.